നിങ്ങൾ കുർബാനയൊക്കെ നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സെപ്പോഴും എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും മനസ്സ് എപ്പോഴും അൾത്താര ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അറിവിന് ആനുപാതികമായിട്ടായിരിക്കും അഭിഷേകം ഉണ്ടാകുന്നത്. അഭിഷേകം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇതൊരു ആവർത്തനം മാത്രമായിട്ട് നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യും. പല ആൾക്കാർക്ക് ശ്രദ്ധയില്ലാത്ത കൊണ്ടാണ് ഈ കുർബാന വരേണ്ടതായിട്ട് തോന്നുന്നത്. ശ്രദ്ധ വന്നാൽ ദൈവസ്നേഹം വരും, വിശ്വാസം വരും, പ്രത്യാശ വരും. ദൈവസ്നേഹം എന്ന് പറയുന്നത് കുർബാനയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ദൈവസ്നേഹം ക്വാളിറ്റേറ്റീവ്ലി ഭയങ്കര വ്യത്യാസമുണ്ട്. കുർബാനയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ദൈവസ്നേഹത്തിന് ഇപ്പം ചില പാലിന് കൊഴുപ്പ് കൂടുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കുർബാനയിൽ അർപ്പിച്ചിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ദൈവസ്നേഹത്തിന് വേറെ ഒരു ഫീലാണ് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുർബാനകൾ കൂടുമ്പോൾ അതൊരു ഭാഗ്യമായി കാണണം. കുർബാന പരമാവധി മിസ്സാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുർബാന മിസ്സാകുന്നതിന് 1000 കാര്യങ്ങൾ എപ്പോഴും നമുക്ക് മുമ്പിൽ പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും.